ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം അടുത്തായിട്ട് കോഴിക്കോട് വെച്ചിട്ട് കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് ഒരു കാർണിവൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. ഇതിൻ്റെ പേര് മേത്തി മലായി എന്നാണ്. ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു പിടി മല്ലിച്ചപ്പും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി ഇതേപോലെ ഒരു പാത്രം എടുക്കുക. കുക്ക് ചെയ്യാൻ ഏത് പാത്രമാണോ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ഇൻഡസ് വാലിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ടാണ്. എൻ്റെ ഫേവറേറ്റ് പാത്രമാണ് കേട്ടോ. അപ്പോൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഇത് ഞാൻ എടുത്തു കൊണ്ടുവരല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 വലിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം, 1/2 മുതൽ 3/4 ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ആ ജാറിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി എല്ലാം കൂടെ ഇതിലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജാറിൽ ഒഴിച്ചിട്ടാട്ടോ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വളരെ സിമ്പിളാണ്, റെസിപ്പിയൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതും വലിയ മെനക്കെടൊന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാ ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും അടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ വേവുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. ചിക്കൻ വേവുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്ര തന്നെ. ഇനി ഇതാ ഇതേപോലെ ഒരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു 10-20 മിനിറ്റ് ആയപ്പോഴേക്കും ഈ കറിയുടെ അവസ്ഥയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ആയിട്ടുണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ ആ കാഷ്യൂടെ പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊരു വെള്ളം കൂടി ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുള്ളതുകൊണ്ട്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടാണ് കോമ്പിനേഷനായിട്ട് പ്രിപ്പയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറിന് നമുക്ക് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആയിരിക്കുന്നത് നല്ലതാണോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രധാന കഥാപാത്രം നമ്മുടെ മേത്തി, കസൂരി മേത്തി ഡ്രൈ ആയിട്ടുള്ളത് ഇതേപോലെ കയ്യിലിട്ടൊന്ന് ഉരച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ വരത്തക്ക രീതിയിൽ ഒന്ന് ഉരച്ചിട്ട് ഈ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീം, ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം മതിയാകും. നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കി കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളാണ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഒന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു ചേരുവ കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ശരിക്കും നല്ല ടേസ്റ്റി ആക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള ബട്ടറിൻ്റെ ക്യൂബ് ഇതേപോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കും ആക്ച്വൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ ഒരു മെൽറ്റഡ് ബട്ടറും കൂടി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളത് മൂടി വെക്കാം. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വിവരങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇനി നമ്മുടെ കാർണിവലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് വൈകുന്നേരമായിരുന്നു ഫംഗ്ഷന്, ഒരു സൺഡേ ആയിരുന്നു. ഈ കാർണിവലിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു കേട്ടോ. വന്ന പാടെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി.
ഇത് ബാലുശ്ശേരി അടുത്തുള്ള ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുള്ളത്. നല്ല ക്രൗഡഡ് ആയിരുന്നു. പോരാത്തതിന് 1-2 സിനി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്രൗഡഡ് ആയിരുന്നു. ആദ്യം തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. നമുക്ക് നേരത്തെ തന്നെ എൻട്രി പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ കൊടുത്താൽ നമുക്കിങ്ങനെ കൂപ്പൺ വൗച്ചറൊക്കെ തരും. അതിൻ്റെ കൂടെ നമുക്കൊരു അഷ്വേർഡ് ഗിഫ്റ്റ് ഉണ്ട്. ഒരു എന്താ പറയുക 100-100 രൂപ വിലയുള്ള സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഒരു റൂം നിറയെ ഇട്ടത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും വരുന്ന കൂപ്പണിലുള്ള എല്ലാവർക്കും ഓരോ ഈ പോലത്തെ സഞ്ചി വെച്ചിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷനും കഴിഞ്ഞു നമുക്കിതാ ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോന്നപ്പോൾ ഇവിടെ പല വെറൈറ്റി ചായകൾ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്കിവിടെ ഫ്രീ ഫുഡൊക്കെ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയ ഉണ്ട്. അവിടെ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് പോലെ തന്നെയാണ് ഈ ടീയും കൊടുക്കുന്നത്. വെറൈറ്റി ചായകളൊക്കെയാണ്. മോന് പേർപ്പിൾ മറ്റേ നീല ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടല്ലോ, അതാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാ ലെമൺ ടീ ആണ് കുടിച്ചത്. ഓൾറെഡി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ലെമൺ ടീയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയും ഞാനും കാക്കയും ചെറിയ മോനും പിന്നെ നമ്മുടെ ഷോപ്പിലുള്ള നമ്മളെ സ്റ്റാഫും നമ്മളെല്ലാവരും കൂടി ആട്ടോ പോയത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓൾറെഡി ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇഷുമോന് ഇമ്മൻ്റെ കൂടെ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയി. അവിടെ നിന്നു നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഇതെന്തായാലും അറ്റൻഡ് ചെയ്യൽ നിർബന്ധമായിരുന്നു, അതുകൊണ്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ ഹാളിലേക്ക് കയറി. നല്ല റോയൽ ആയിട്ടുള്ളൊരു ഹാളായിരുന്നു. നല്ല നല്ല ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ. ഒരുപാട് ആളുകൾ വന്ന് പ്രസംഗിച്ചു. പിന്നെ കുറേ ആളുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങ്, പിന്നെ പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായം കൊടുക്കുന്ന ചടങ്ങ്, അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഫങ്ഷൻസ് ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫുഡ് കഴിക്കാനും പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മജ്ബൂസും കബാബും ആണ് കഴിച്ചത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ വലിയ ഫുഡിനോടൊരിതില്ലായിരുന്നു. പിന്നെ അത് ഫുഡ് കഴിച്ചു. പിന്നെ ചപ്പാത്തി, പൊറോട്ട, പൂള ഐറ്റംസൊക്കെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഡെസേർട്ട് കഴിക്കുകയാണ്. കരിക്കിൻ്റെ പായസം ഒരു സ്പെഷ്യലായിട്ടായിരുന്നു. പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു പുഡിങ്ങും, പിന്നെ ഐസ്ക്രീം, ജിലേബി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ ഡെസേർട്ട്. പിന്നെ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പാസ്ത കൗണ്ടറായിരുന്നു. പല വെറൈറ്റി പാസ്ത ഉണ്ടായിരുന്നു. സ്പഗറ്റി, ഫ്യൂസില്ലി, പെന്നെ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഈ പാസ്തകളെല്ലാം ഓൾറെഡി കുക്ക് ചെയ്തിട്ട് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരപ്പം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. ദോഷം പറയരുതല്ലോ, വായയിൽ വെക്കാൻ കൊള്ളാത്തൊരു ഐറ്റമായിരുന്നു. ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മേ ബി നമുക്കതിൻ്റെ ടേസ്റ്റ് പരിചയമില്ലായിട്ടോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ഭയങ്കര ചീസി ആയിരുന്നു. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഫുഡ് ഇപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം പുറത്ത് കുറച്ച് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാളുകളാണ്. അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ഗെയിം ഏരിയയും കൂടി ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഒരു ചാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ത്രോ ചെയ്തപ്പം ഇക്കാക്ക് ഒരു ചെറിയൊരു സാധനം, ഒരു ലോഷൻ പോലത്തെ സാധനം കിട്ടിയിട്ടോ. ലോഷനല്ല, ഒരു ഹെയർ ഓയിൽ പോലത്തെ സാധനം കിട്ടി. അവരുടെ പ്രൊഡക്റ്റാണ്. അപ്പം അടുത്ത ചാൻസ് എൻ്റെതായിരുന്നു. എൻ്റെ ചാൻസ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ഭാഗ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് സാധാരണ കിട്ടാത്തതാണ്. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു തുളസി ലോഷനായിരുന്നു. അപ്പം അതൊക്കെ കിട്ടി. നമ്മളിങ്ങനെ ഓരോ സ്റ്റാളുകളായിട്ട് ഇങ്ങനെ കയറി ഓരോ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെട്ട് നമ്മളെ കടയിലേക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് നോക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ പുറത്തിറങ്ങി. അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് സ്റ്റേജിൽ. അപ്പം പിന്നെ സ്റ്റേജിലേക്ക് കയറി പോകാൻ ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ പോകാനൊരു മൂഡുമില്ലായിരുന്നു. രാത്രി ഒരുപാട് ലേറ്റായി. അപ്പം നമ്മൾ തിരിച്ച് പോരാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് ഇങ്ങനെ ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ്. നമ്മളിപ്പം 8 വർഷമായിട്ട് നമ്മൾ ഫാർമസി റൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ അനുഭവമാണ്. അപ്പോൾ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.